നമസ്കാരം, സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരുന്ന മുൻ നിലപാട് തിരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നു. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് 2019 നൽകിയ സത്യവാങ്മൂലം തിരുത്തി നൽകാനാണ് ബോർഡിന്റെ തീരുമാനം. ശബരിമലയിലെ കാലാകാലങ്ങളായുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന പുതിയ നിലപാടാണ് ബോർഡ് ഇനി കോടതിയിൽ സ്വീകരിക്കുക. ബോർഡിന് ഇതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. കാലാകാലങ്ങളിലായിട്ട് നിലവിൽ നിന്ന് സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ബോർഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അത് കോടതിയെ അറിയിക്കാൻ മാർച്ച് 14 മുമ്പ് അറിയിക്കണം. അത് അറിയിക്കാൻ നമ്മൾ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്താൻ തീരുമാനിക്കും. നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുടെ ഒരു കഴഞ്ചുണ്ടെങ്കിൽ ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉടനെ നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞ് പുറപ്പെട്ടവരുണ്ടായിരുന്നില്ലേ? എവിടെയെത്തി നിയമം? എന്തേ നിയമം കൊണ്ടുവരാതിരുന്നത്? അപ്പം ഇതൊക്കെ ഒരു പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാദങ്ങൾ മാത്രമാണ്. യഥാർത്ഥ വസ്തുത അതൊന്നുമല്ല. ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാൻ കഴിയുമെന്നാണ്. പക്ഷെ അത് ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു നടന്നത്? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഇതേ കാര്യം നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ശബരിമലയും അതിന്റെ വിഷയവും വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ നോക്കിയല്ലോ. അത് നാട്ടുകാർ സ്വീകരിച്ചോ? പക്ഷെ അനുഭവത്തിൽ നിന്ന് പഠിക്കാത്ത ഒരു കൂട്ടരായതുകൊണ്ട് അവര് ആ വഴിക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. അതാണ് സംഭവിക്കുന്നത്. രണ്ടുപേരെ തലേ ദിവസം പോലീസ് ക്ലബിൽ താമസിപ്പിച്ച് ഷിബു ബേബിയോൺ പറഞ്ഞത് പൊറോട്ട ഇറച്ചി വേണമെന്നൊരു നിർബന്ധിച്ച് അത് വാങ്ങിച്ചു കൊടുക്കുന്ന അന്ന് രാത്രി അമ്പലത്തിക്ക് അല്ലേ, എന്നിട്ട് വാശി പറഞ്ഞു നവോത്ഥാന സമിതി. ഇപ്പതേ കംപ്ലീറ്റ് മാറി. ഇപ്പൊ ഭക്തിയാണ്. കപട ഭക്തനായി അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന കണ്ടിട്ട് എനിക്കൊരു സങ്കടം വന്നു. പിന്നെ ഈരാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കൊഴിപ്പിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദിയേക്കാൾ വലിയ വർഗീയവാദി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അത് വായിച്ച ദേവസ്വം മന്ത്രി കോൾമയിൽ കൊണ്ടു. നല്ല കൂട്ടാണ് പിണറായി വിജയൻ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്ന പുതിയ നിലപാട് മാറ്റം കേരള രാഷ്ട്രീയത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. 2019 യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച ബോർഡ് ഇപ്പോൾ ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളുന്നത് കേവലം ഒരു നിയമപരമായ മാറ്റമല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളുടെ സമ്മർദ്ദഫലം കൂടിയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഭരണകൂടം സ്വന്തം ജനതയുടെ വിശ്വാസത്തിന്മേൽ നടത്തിയ ഏറ്റവും വലിയ കടന്നുകയറ്റമായിരുന്നു ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ പിണറായി സർക്കാർ കാട്ടിയ അമിത ആവേശം. അന്ന് നവോത്ഥാനമെന്നും സ്ത്രീ സമത്വമെന്നും ഉദ്ഘോഷിച്ച് വിശ്വാസികളെ വെല്ലുവിളിച്ച CPM-ഉം സർക്കാരും ഇന്ന് അതേ വിഷയത്തിൽ മലക്കം പറയുമ്പോൾ പുറത്തുവരുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വവും അധികാരത്തോടുള്ള ആർത്തിയും മാത്രമാണ്. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള 2018 സുപ്രീം കോടതി വിധി നടപ്പാക്കാനായി LDF സർക്കാരും ദേവസ്വം ബോർഡും കാട്ടിയ അമിത ആവേശം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ തിരിച്ചടിയുണ്ടാക്കി. വിശ്വാസ സംരക്ഷണത്തിനായി നിലകൊണ്ട UDF-നൊപ്പമാണ് അന്ന് മതേതര കേരളം ഒന്നിച്ചു നിന്നത്. ഈ പാഠം ഉൾക്കൊണ്ടാണ് വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന പുതിയ ലൈനിലേക്ക് CPM-ഉം ദേവസ്വം ബോർഡും മാറിയത്. യുവതീ പ്രവേശനത്തെ നവോത്ഥാന മൂല്യങ്ങളുമായി ബന്ധിപ്പിക്കാനാണ് തുടക്കത്തിൽ സർക്കാർ ശ്രമിച്ചത്. ഇതിനായി നവോത്ഥാന സമിതി രൂപീകരിക്കുകയും ചെയ്തു. വനിതാ മതിൽ സംഘടിപ്പിച്ചു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ പോലും ഈ നടപടികൾ വിള്ളലുണ്ടാക്കി. ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെതിരെ അമർഷമുണ്ടായി. പുരോഗമനപരമായ നിലപാടുകളേക്കാൾ
പ്രായോഗിക രാഷ്ട്രീയത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന തിരിച്ചറിവ് ഈ സർക്കാരിനെ മലക്കം മറിച്ചിലിന് പ്രേരിപ്പിച്ചു. ബോർഡിന് ഇതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. കാലാകാലങ്ങളിലായിട്ട് നിലവിൽ നിന്ന് സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ബോർഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അത് കോടതിയെ അറിയിക്കാൻ മാർച്ച് 14 മുമ്പ് അറിയിക്കണം. അത് അറിയിക്കാൻ നമ്മൾ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്താൻ തീരുമാനിക്കും. സുപ്രീം കോടതി വിധി വന്നയുടനെ ഒരു ചർച്ചയ്ക്കും തയ്യാറാകാതെ പോലീസിനെ ഉപയോഗിച്ച് സന്നിധാനത്തെ യുദ്ധകളമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നടപടി കേരളം മറന്നിട്ടില്ല. ആചാര സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയ അമ്മമാരെയും അയ്യപ്പ ഭക്തരെയും അന്ധവിശ്വാസികളെന്നും പ്രതിലോമകാരികളെന്നും വിളിച്ച് ആക്ഷേപിച്ചു. നവോത്ഥാന മതിലുണ്ടാക്കിയും പോലീസിനെ ഉപയോഗിച്ച് ഇരുട്ടിൻ്റെ മറവിൽ യുവതികളെ മലകയറ്റിയും മുഖ്യമന്ത്രി നടത്തിയ വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വാശിയുടെയും അധികാരഗർവിൻ്റെയും അടയാളമായിരുന്നു. കേരളത്തിന്റെ ആത്മീയ ചൈതന്യമായ ശബരിമലയെ രാഷ്ട്രീയ പരീക്ഷണശാലയാക്കി മാറ്റിയ കാലഘട്ടമായിരുന്നു 2018 സുപ്രീം കോടതി വിധി വന്ന ഉടനെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ വികാരം കണക്കിലെടുക്കാതെ ഭരണഘടനാപരമായ നവോത്ഥാനം എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നീക്കങ്ങൾ കേരള ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണ്. ഒരു ഭരണാധികാരിയുടെ വ്യക്തിപരമായ വാശിയും അധികാരഗർവും എങ്ങനെ ഒരു നാടിൻ്റെ സമാധാനവും വിശ്വാസവും തകർക്കുമെന്ന് ശബരിമല വിഷയം തെളിയിച്ചു. വിധിയുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധിയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിൽ 2 പേര് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ വിധിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കോടതി വിധി എന്തായാലും അത് അംഗീകരിക്കുക എന്താണ് സർക്കാരിൻ്റെ നിലപാടെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കാണുന്നത് നേരത്തെയുള്ള ഭരണഘടനാ ബെഞ്ചിൻ്റെ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധി അതേ രീതിയിൽ തന്നെ നിൽക്കുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് കുറേ കൂടി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. മറ്റ് ചില പ്രശ്നങ്ങൾ അവിടെ കോടതി പരിശോധിക്കുന്നുണ്ട്. അത് ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ്. ആ പ്രശ്നങ്ങൾ സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും. ആ 7-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നതിൻ്റെ ഫലമായി ആ പരിശോധനയുടെ ഭാഗം കൂടി ചേർത്തുകൊണ്ട് ഈ അഞ്ചംഗ ബെഞ്ച് ശബരിമല വിധി വീണ്ടും പരിശോധിക്കുകയാണോ ചെയ്യുക, അല്ല ശബരിമല വിധിയാകെ ഈ പറഞ്ഞ 7-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിശോധനക്ക് നൽകുമോ? ആ കാര്യം കൂടുതൽ വ്യക്തമാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ ഒരു നിലപാട് സുപ്രീം കോടതി തന്നെ എടുത്തിരുന്നു ചില പെറ്റീഷൻസ് ചെന്നപ്പോൾ. അത് നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ വിധിക്ക് സ്റ്റേ ചോദിച്ചപ്പോൾ സ്റ്റേ ഇല്ല എന്ന നിലപാടായിരുന്നു അവരെടുത്തത്. ആ വിധിയൊന്നും അവർ തിരുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ 5-അംഗ ബെഞ്ചിലെ 3 അംഗങ്ങളുടെ ഭൂരിപക്ഷ വിധിയിലും നേരത്തെയുള്ള നിലപാടൊന്നും തിരുത്തിയിട്ടില്ല. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം
കൂടുതൽ വ്യക്തത വരുത്തേണ്ട കാര്യമായിട്ടാണ് ഇതിരിക്കുന്നത്. ആ വിധിയുടെ എല്ലാ നിയമവശങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ അത് പൂർണ്ണ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യമാണ് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വിധി എന്തായാലും ആ വിധി നടപ്പാക്കുക എന്നിടത്താണ് സർക്കാർ നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കാര്യമെന്ന നിലക്ക് പറയാനുള്ളത്. ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രാഥമിക മര്യാദ തർക്കവിഷയങ്ങളിൽ ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച നടത്തുക എന്നതാണ്. എന്നാൽ വിശ്വാസി സമൂഹവുമായി അർത്ഥവത്തായ ഒരു സംവാദം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ ദേവസ്വം ബോർഡിനെ അനുവദിക്കാതെ വിധി നടപ്പാക്കാൻ സർക്കാരിൻ്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിക്കുകയായിരുന്നു അദ്ദേഹം. അനാവശ്യമായ ഈ ധൃതിക്ക് പിന്നിൽ സ്ത്രീ സമത്വമായിരുന്നില്ല, മറിച്ച് ഭക്തസമൂഹത്തെ വെല്ലുവിളിക്കാനുള്ള രാഷ്ട്രീയ അജണ്ടയായിരുന്നു. ശബരിമലയുടെ കാര്യം നമ്മൾ കാണേണ്ടത്, നേരത്തെ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി പിന്നീട് സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം ശബരിമലയിൽ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. തുടർച്ചയായ വർഷങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. സാധാരണഗതിയിൽ ഉത്സവം നടക്കുകയാണ്. ആ റിവ്യൂവിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ നിലപാട് വരുന്നപ്പോൾ മാത്രമേ ഇനി എന്ത് വേണം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ക്രമത്തിൽ നടക്കുകയല്ലേ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? അതിനുശേഷം ഏതെങ്കിലും പ്രശ്നം ഉണ്ടായോ? സുപ്രീം കോടതി റിവ്യൂ ആരംഭിച്ചതിന് ശേഷം ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായി വന്നോ? നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് നമ്മുടെ UDFൻ്റെ ചില ആളുകൾക്ക് ശബരിമല എടുത്താൽ നല്ലോണം വോട്ട് കിട്ടും എന്നൊരു തോന്നൽ വരുന്നത്. അതിനുവേണ്ടി ഒരു പ്രചരണമായിട്ട് പുറപ്പെടുകയാണ്. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ റോൾ ഇനി എപ്പോഴാണ് വരുന്നത്? ഞങ്ങളുടെ റോൾ വരുന്നത് ഈ കോടതിയുടെ വിധി വരുന്ന ഘട്ടത്തിൽ, ആ കേസ് വരുന്ന ഘട്ടത്തിൽ അതിൽ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുവിൽ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലൊരു നിലപാടെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഗവൺമെൻറ് ചെയ്യുക, സാധാരണ നിലക്ക് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത് എന്തൊരു സമീപനമാണോ നമുക്ക് സ്വീകരിക്കാൻ കഴിയുക, ആ സമീപനമായിരിക്കും. ആ ഘട്ടത്തിലേ ഞങ്ങൾ എന്തെങ്കിലും നിലപാടെടുക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരായുധമാക്കി ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോകേണ്ട കാര്യമില്ല. പുണ്യഭൂമിയായ ശബരിമലയെ പോലീസ് ബൂട്ടുകൾക്കും ലാത്തികൾക്കും കീഴിലാക്കി ഒരു യുദ്ധക്കളമാക്കി മാറ്റുകയാണ് സർക്കാർ ചെയ്തത്. 18ാം പടിയും സന്നിധാനവും തോക്കേന്തിയ പോലീസുകാരുടെ നിരീക്ഷണത്തിലായി. ഭക്തർക്ക് അന്നദാനവും വിശ്രമവും നിഷേധിച്ചുകൊണ്ട് നിരോധനാജ്ഞകൾ പ്രഖ്യാപിച്ചു. കാനന പാതകളിൽ പോലും അയ്യപ്പ മന്ത്രം ജപിച്ച അമ്മമാരെയും കുട്ടികളെയും ക്രിമിനലുകളെപ്പോലെ നേരിട്ടു. പിണറായി പോലീസിനെ ഉപയോഗിച്ച് ഭക്തരുടെ ആത്മവീര്യം തകർക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ആചാര സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയ വിശ്വാസികളെ പ്രതിലോമകാരികൾ എന്നും അന്ധവിശ്വാസികളെന്നും വിളിച്ചാണ് മുഖ്യമന്ത്രി ആക്ഷേപിച്ചത്. നാമജപ ഘോഷയാത്രകളെ പരിഹസിച്ച അദ്ദേഹം കേരളത്തിൻ്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും തള്ളിപ്പറഞ്ഞു. നവോത്ഥാന മൂല്യങ്ങൾ എന്ന പേരിൽ സമൂഹത്തിൽ ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് വർഗീയ ചേരിതിരിവുണ്ടാക്കാനും ശ്രമിച്ചു. സർക്കാർ വിശ്വാസ സമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയണം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുണ്ടായ കലാപം, ആ കലാപത്തിൽ അതിലൂടെ നവോത്ഥാന നായകനാകാൻ പിണറായി വിജയൻ നടത്തിയ ശ്രമങ്ങൾ, അതെല്ലാം ഇന്ന് വേണ്ട എന്ന് വെക്കുകയാണ്. വിശ്വാസ സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന് കോൺഗ്രസും UDFും അന്ന് പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിക്കാൻ അന്ന് അവർ തയ്യാറായില്ല. പോലീസിന്റെയും ഭരണത്തിന്റെയും മുഴുവൻ സഹായത്തോടു കൂടിയാണ് അന്ന് യുവതികളെ അവിടെ പ്രവേശിപ്പിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സുരക്ഷയിൽ ശബരിമല സന്നിധാനത്തേക്ക് യുവതികളെ അതും ഒരു സന്നിധിയിലും പ്രവേശിപ്പിക്കാൻ
അനുവദിക്കാത്ത സമയത്ത് അപ്പൊ മനഃപൂർവമായി ശബരിമലയെ കളങ്കപ്പെടുത്തണം എന്ന് ആ കാലഘട്ടത്തിൽ സർക്കാർ നടത്തിയ ശ്രമം, അതുമായി ബന്ധപ്പെട്ട് സംരക്ഷണ ജാഥകൾ, വിശ്വാസ സംരക്ഷണ ജാഥകൾ, ആ സംരക്ഷണ ജാഥകൾ പങ്കെടുത്ത ആളുകൾക്കെതിരെ എടുത്തിരിക്കുന്ന ആയിരക്കണക്കിന് കേസുകൾ, ആ കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ നടത്തിയ ആ വിശ്വാസ വഞ്ചനയെ അത് ഇന്നും പരസ്യമായി മാപ്പ് പറയാൻ. ഇപ്പോ അങ്ങനെ ആയിരുന്നല്ലോ ആഗോള അയ്യപ്പ സംഗമം നടത്താനായി അവർ ശ്രമിച്ചത്. അവിടെയും കട്ടുമുടിക്കുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടെയും കട്ടുമുടിച്ചു. അയ്യപ്പന്റെ കട്ടളവാതിൽ, കട്ടള, ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ അതെല്ലാം അടിച്ചു മാറ്റി, സ്വർണം കണ്ടാൽ, സ്വത്ത് കണ്ടാൽ അത് അയ്യപ്പന്റെ ആയാലും ദൈവത്തിന്റെ ആയാലും അടിച്ചു മാറ്റുന്ന ഒരു സർക്കാർ വിശ്വാസ സമൂഹത്തെ ആകെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ആ വിശ്വാസത്തെ ആകെ പിഴുതെറിയാൻ ഒരു ഭരണകൂടം നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ തെറ്റായിരുന്നു. ഈ സമൂഹത്തോട് ഞങ്ങൾ പരസ്യമായി മാപ്പ് പറയുന്നു എന്ന് അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ മാപ്പ് പറയണം. ബോർഡിന് ഇതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. കാലാകാലങ്ങളിലായിട്ട് നിലവിൽ നിന്ന് സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ബോർഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അത് കോടതിയെ അറിയിക്കാൻ മാർച്ച് 14 മുമ്പ് അറിയിക്കണം. അത് അറിയിക്കാൻ നമ്മൾ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്താൻ തീരുമാനിക്കും. വെല്ലുവിളികളും ആക്രോശങ്ങളും നിർത്തി അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു പിണറായി വിജയൻ എന്നതാണ് സത്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടി CPM-നെയും സർക്കാരിനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. തുടർന്ന് വീടുകൾ തോറും കയറി മാപ്പ് പറയേണ്ടി വന്നതും ഇപ്പോൾ ദേവസ്വം ബോർഡിനെ കൊണ്ട് കോടതിയിൽ സത്യവാങ്മൂലം തിരുത്തിക്കാൻ ശ്രമിക്കുന്നതും ആ പരാജയഭീതിയിൽ നിന്ന് തന്നെ. ശബരിമലയിലെ സംഭവ വികാസങ്ങൾ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ രാഷ്ട്രീയമായ തിരിച്ചടിയുടെ മാത്രമല്ല, ധാർമ്മികമായ പതനത്തിൻ്റെ കൂടി അടയാളമാണ്. അധികാരത്തിൻ്റെ ഹുങ്കിൽ ആചാരങ്ങളെ ചവിട്ടിമെതിക്കാൻ നോക്കിയവർക്ക് കാലം കാത്തുവെച്ച മറുപടിയാണ് ഇന്നത്തെ ഈ നിലപാടുമാറ്റങ്ങൾ. പിണറായി വിജയന്റെ വാശി തോറ്റുപോയിടത്ത് വിശ്വാസികളുടെ പ്രാർത്ഥനകൾ വിജയിച്ചു നിൽക്കുന്നു. കഴിഞ്ഞ തവണ സർക്കാരും ദേവസ്വം ബോർഡും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറുഭാഗത്ത് നിന്നിട്ടും ഞങ്ങൾ വിശ്വാസികൾ പോരാടി ജയിച്ചതാണ്. പക്ഷേ ആരെയും അകറ്റി നിർത്തുന്നതല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് ശബരിമല അയ്യപ്പന്റെ ദർശനം. അതുകൊണ്ട് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും, സർക്കാരാണല്ലോ ദേവസ്വം ബോർഡിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ദേവസ്വം ബോർഡിന്റെയും നിലപാട് പോസിറ്റീവായി മാറുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, അത് മാറേണ്ടത് ഈ ഇലക്ഷൻ കാരണമോ അല്ലെങ്കിൽ വിശ്വാസി പ്രക്ഷോഭങ്ങളെ ഭയന്നിട്ടോ ആവരുത്. പകരം ശബരിമലയുടെ ഭാഗത്താണ് ന്യായം. ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് എല്ലാ വർഷവും വരുന്നത്. ശബരിമലയിൽ യുവതികൾക്കൊരു പ്രായ നിയന്ത്രണം മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് എന്ന സത്യത്തിലും നീതിയിലും അടിസ്ഥിതമായ നിലപാടായിരിക്കണം. അല്ലാതെ ഇലക്ടോറൽ പൊളിറ്റിക്സ് കണ്ടുകൊണ്ടാവരുത്. അങ്ങനെയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഇഷ്ടരീതി വ്യാഖ്യാനിക്കാം. പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഈ നിലപാട് മാറ്റം വളരെ സ്വാഗതാർഹമാണ്, പോസിറ്റീവാണ്. മുമ്പ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആരെയും പരിഹസിച്ച് അകറ്റി നിർത്തണ്ട. ശരിയായ നിലപാടിലേക്ക് വരുമ്പം പ്രോത്സാഹിപ്പിച്ച് ചേർത്ത് നിർത്തുന്നതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ സംസ്കാരം. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഈ നിലപാട്, നന്മയിലേക്കുള്ള നിലപാട് നല്ലതാണ്. ഇതേപോലെ സർക്കാരും നിലപാട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. 67ഓളം പെറ്റീഷൻസ് ഉണ്ട്. ഞങ്ങളെല്ലാം പോരാടി ജയിക്കാനുണ്ട്. വിശ്വാസികളെ ആട്ടിയോടിക്കുകയും ആചാരങ്ങളെ അവഹേളിക്കുകയും ചെയ്ത അതേ ദേവസ്വം ബോർഡിനെ കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് CPM-ന്റെ മറ്റൊരു നാടകമായിരുന്നു. അയ്യപ്പ ഭക്തരെ ശത്രുക്കളായി കണ്ടവർ തന്നെ അയ്യപ്പന്റെ പേരിൽ ആഘോഷം സംഘടിപ്പിക്കുന്നത് ഭക്തരോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഹിന്ദു വിരുദ്ധ പ്രതിച്ഛായ കഴുകിക്കളയാനുള്ള പാഴ്ശ്രമമായിരുന്നു. ഭക്തർ തള്ളിക്കളഞ്ഞ ഈ സംഗമം സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ
കോടതി കയറേണ്ടി വന്നത് ഇതിനേക്കാൾ വലിയ നാണക്കേടായി മാറി. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുമ്പോൾ അത് CPMന്റെ സമ്പൂർണ്ണ കീഴടങ്ങലാണ്. 2019 ആവേശത്തോടെ നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്ന് ഇന്ന് പിന്നോക്കം പോകുന്നത് ആചാരങ്ങളോടുള്ള ബഹുമാനം കൊണ്ടല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൾ നഷ്ടപ്പെടും എന്ന ഭയം കൊണ്ടാണ്. ബോർഡിന് ഇതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നിലവിലുള്ള ആ ഉത്തരവിനെ കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അവിടെ കാലാകാലങ്ങളിലായിട്ട് നിലവിൽ നിന്ന് സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ബോർഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അത് കോടതിയെ അറിയിക്കാൻ മാർച്ച് 14 മുമ്പ് അറിയിക്കണം. അത് അറിയിക്കാൻ നമ്മളെ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. അതിനുള്ള റെസൊല്യൂഷനും എടുത്തിട്ടുണ്ട്. 2 റെസൊല്യൂഷനും ഇന്ന് ബോർഡ് എടുക്കുകയുണ്ടായി. പുനഃപരിശോധിക്കുന്നതൊക്കെ അവരുടെ ആവശ്യം, പക്ഷേ ആ വിധി നമ്മൾ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. പുനഃപരിശോധിക്കേണ്ട നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ വിധിയെ നമ്മൾ നേരത്തെയും ബോർഡ് ഈ തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇല്ലില്ല, ബോർഡ് അങ്ങനെ എടുത്തിട്ടില്ല. വ്യക്തികൾ എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടെ, ദേവസ്വം ബോർഡ് എടുത്തിട്ടില്ല. ദേവസ്വം ബോർഡ് കാരണം ഞങ്ങൾക്ക് അങ്ങനെ സാധിക്കുള്ളൂ. ദിസ് ബോർഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് അപ്ഹോൾഡിങ് ആചാരങ്ങളും ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഞങ്ങൾക്ക് വിരുദ്ധമായി എടുക്കാൻ പറ്റില്ല. പുനഃപരിശോധന വേണമോ വേണ്ടേ എന്നുള്ള വിഷയം ഞങ്ങളുടെ ഒരു പരിഗണനയിൽ വരുന്നില്ല. പരിശോധിക്കുമ്പോൾ എന്തായിരിക്കണം ഞങ്ങളുടെ സ്റ്റാൻഡ് എന്നുള്ളത് മാത്രമേ നമുക്ക് വിശദീകരിക്കാൻ പറ്റുള്ളൂ. ദേവസ്വം ബോർഡ് നിലപാട് മാറ്റാൻ പറ്റില്ലല്ലോ. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പണ്ടത്തെ നിലപാട്. അതിനനുകൂലമായ 2016 കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റും അങ്ങനെയാണ്. യുവതി പ്രവേശനം സാധ്യമല്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ്. ഇപ്പോൾ പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. അത് നിലനിൽക്കുന്ന കാര്യമാണ്. കേരള ഗവൺമെന്റ് അഫിഡവിറ്റ് തിരുത്തി കൊടുക്കുമോ? അതാണ് ഞങ്ങളുടെ പ്രശ്നം. കേരള ഗവൺമെന്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ ദേവസ്വം ബോർഡ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ ദേവസ്വം ബോർഡും ഈ പഴയ ദേവസ്വം ബോർഡും എല്ലാവരും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തന്നെയാണ് തുടർന്നുകൊണ്ട് പോരുന്നത്. അതുകൊണ്ട് പുതിയൊരു അഫിഡവിറ്റ് ആവശ്യമില്ല. പക്ഷേ കേരള ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തിരുന്ന അഫിഡവിറ്റ് പിൻവലിച്ച് പുതിയൊരു അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റാണ് പ്രശ്നമുണ്ടാക്കിയത്. ആ അഫിഡവിറ്റ് ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയുള്ള അഫിഡവിറ്റാണ്. അത് പിൻവലിച്ചുകൊണ്ട് ശബരിമല എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംവിധാനമാണ്. അവിടെ യുവതികൾക്ക് പ്രവേശനം കൊടുക്കാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിന് മാർക്സിസ്റ്റ് പാർട്ടിയും LDFും എന്ത് മറുപടിയാണ് പറയുന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയാനുള്ള താല്പര്യം. ബോർഡിന് ഇതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. കാലാകാലങ്ങളിലായിട്ട് നിലവിൽ നിന്ന് സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ബോർഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അത് കോടതിയെ അറിയിക്കാൻ മാർച്ച് 14 മുമ്പ് അറിയിക്കണം. അത് അറിയിക്കാൻ നമ്മളെ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. യുവതീ പ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന ഈ മാറ്റം ഒരു തെറ്റുതിരുത്തൽ നടപടിയായാണ് കാണുന്നത്. വിശ്വാസികളുടെ വികാരത്തിനാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രാധാന്യമെന്ന് ഭരണകൂടം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആദർശത്തേക്കാൾ അധികാരം വലുതാണെന്ന് കരുതുന്ന CPMന്റെ രാഷ്ട്രീയ പൊള്ളത്തരമാണ് ശബരിമല വിഷയത്തിൽ ഓരോ ഘട്ടത്തിലും തെളിഞ്ഞത്. ആദ്യം വിശ്വാസികളെ വെല്ലുവിളിച്ചു, പിന്നീട് പരാജയം പേടിച്ച് അവരോട് മാപ്പ് പറഞ്ഞു. ഇപ്പോൾ തങ്ങൾ പിടിച്ച മുയലിന് കൊമ്പില്ലെന്ന് സംബന്ധിച്ച് കോടതിയിൽ നിലപാട് മാറ്റുന്നു. പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ധാർഷ്ട്യത്തിന് കേരളത്തിലെ വിശ്വാസി സമൂഹം നൽകിയ മറുപടിയാണ് ഈ പരാജയ പ്രഖ്യാപനം. ആചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർക്ക് ഒടുവിൽ അതേ വിശ്വാസികൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നത് കാലം കരുതി വച്ച കാവ്യനീതിയാണ്. ജയ് ഹിന്ദ്.